സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 19 10 തിരുവചനം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 10 തിരുവചനം, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അഥവാ മനുഷ്യ രൂപത്തിലായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഭാഗത്താണ് യേശു ഈ പ്രസ്താവന നടത്തുവാനിടയായത്. അഥവാ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ളത്. ഒരു ദിവസം യേശു എരിഹോ എന്ന പട്ടണത്തിലെത്തുകയാണ്. അവിടെ ഒരു ചുങ്കക്കാരിൽ അഥവാ നികുതി പിരിക്കുന്നവരിൽ പ്രധാനിയായ ധനവാനായ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അതുവരെയും ജനങ്ങളെ പറ്റിച്ച് അഥവാ അമിത നികുതി പിരിച്ച് ധനവാനായ ഒരു മനുഷ്യനായിരുന്നു. സമൂഹത്തിൽ ചുങ്കക്കാരിൽ ഒരു വലിയ കൂട്ടക്കാർക്ക് അഥവാ ചുങ്കക്കാരിൽ ഒരു വലിയ പങ്കിന് യഥാർത്ഥമായ ബഹുമാനമില്ലായിരുന്നു. കാരണം ഭൂരിപക്ഷം ചുങ്കക്കാരും സാധാരണക്കാരിൽ നിന്ന് അമിതമായ നികുതി പിരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവർക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അവരെ ഭയപ്പെടുവാൻ ജനങ്ങൾ നിർബന്ധിതരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു എരിഹോ എന്ന പട്ടണത്തിൽ കടന്നു പോകുന്നത്. ഈ ധനവാനായ സക്കായി എന്നു പേരുള്ള പുരുഷൻ വളർച്ചയിൽ കുറിയവനായിരുന്നു, അഥവാ പൊക്കം കുറഞ്ഞ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ യേശു നിൽക്കുമ്പോൾ ഈ സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചിരുന്നില്ല. ആ നാളുകളിൽ യേശു ഗ്രാമാന്തരങ്ങൾ ദൈനംദിനം സന്ദർശിക്കുകയും പാപികൾക്ക് മാനസാന്തരത്തിനായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ സന്ദേശവും രോഗികൾക്ക് സൗഖ്യവും മരിച്ചവർക്ക് ഉയർപ്പും അതുപോലെ കുരുടർക്ക് കാഴ്ച, മുടന്തർക്ക് സൗഖ്യം, ഭൂതഗ്രസ്തർക്ക് വിടുതൽ ഒക്കെ നൽകിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. എന്നാൽ ഈ സക്കായിക്ക് ഇതെല്ലാം കേൾക്കാമെങ്കിലും ആ യേശുവിനെ കാണാനുള്ള ഒരാഴമായ ആഗ്രഹം സാധിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ഏത് ഗ്രാമത്തിൽ പോയാലും ഒരു വലിയ സമൂഹം യേശുവിനെ ആവരണം ചെയ്തിരുന്നു. ആ വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ പൊക്കം കുറഞ്ഞ മനുഷ്യനായ സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഒരു കാട്ടത്തിയിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് യേശു പോകുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ സക്കായിയെ ഇറങ്ങി വാ എന്ന് അവനെ വിളിക്കുകയാണ്. അവൻ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് തൻ്റെ തെറ്റുകളും അകൃത്യങ്ങളും
അന്യായമായി നികുതി പിരിച്ച എല്ലാ പാപങ്ങളും ഏറ്റുപറയുകയാണ്. ആ സമയത്താണ് യേശു പറഞ്ഞത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അഥവാ അതുവരെയും ദൈവദൃഷ്ടിയിൽ നിന്ന് സക്കായി നഷ്ടപ്പെട്ടിരുന്നു, കാണാതെ പോയിരുന്നു. എന്നാൽ അവന് എപ്പോൾ ദൈവസന്നിധിയിൽ മടങ്ങി വന്ന്, അഥവാ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് തൻ്റെ അകൃത്യങ്ങളെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുവോ, ആ സമയം യേശു അവന് പാപക്ഷമ നൽകുകയായിരുന്നു. പാപക്ഷമ ലഭിച്ച സക്കായി ദൈവത്തിന് തിരിച്ചു കിട്ടുകയായിരുന്നു. അഥവാ ഒരു പിതാവിന് നഷ്ടപ്പെട്ട മകൻ ലഭിച്ച അനുഭവം. ആമേൻ.